Yeah, as we all know, they are the chosen ones, right? നമുക്ക് ഈ ഹിദായത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഹാഫിൽ ആവുക എന്ന് പറയുന്നതും ഇറ്റ്സ് എ ഗിഫ്റ്റ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല, റൈറ്റ്? അതും പടച്ചോൻ ചൂസ് ചെയ്ത് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് നൽകുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഹാഫിൽ ആവുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്ന് ഞാൻ വിചാരിച്ചത് തന്നെ. Alhamdulillah, I could be here. I am very happy to be here. I'm very excited too. ഒരു മിക്സ്ഡ് ഇമോഷൻസ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് എന്റെ മോനെ ഒരു ഹാഫിൽ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എവർ സിൻസ് ഹി വാസ് ബോൺ, ജനിച്ചപ്പോ തന്നെ. But then he was like ഒരു 4-5 വയസ്സൊക്കെ ആയപ്പോൾ സ്കൂള് തുടങ്ങി. And I thought like നമ്മ ചെറിയ കുട്ടിയല്ലേ, കുറച്ചും കൂടെ ഒന്ന് കഴിയട്ടെ, LKG, ഒരു കിൻഡർഗാർട്ടൻ, ഗ്രേഡ് 1, ഗ്രേഡ് 2 ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 5ാം ക്ലാസ് ഒക്കെ ആയി. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടല്ലോ, വൈ നോട്ട് നൗ? ആൻഡ് ദെൻ അഗെയിൻ ഓക്കെ, ഒരു 1-2 വർഷം കൂടി കഴിഞ്ഞിട്ട് നോക്കാം, റെഡി ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. പിന്നെ 7th കഴിഞ്ഞപ്പോൾ ആസ് വി ഓൾ നോ ഹിസ് ഇൻ ഹൈസ്കൂൾ. പിന്നെ 8, 9, 10 ഒറ്റ ഒരു ജെറ്റ് സ്പീഡിൽ അങ്ങ് പോയി. ആൻഡ് ദെൻ കുട്ടി അങ്ങ് വളർന്ന് വലുതായി എന്ന് വേണമെങ്കിൽ പറയാം. സോ വാട്ട് ഐ വാസ് ട്രൈയിങ് ടു ടെൽ ഈസ്, എനിക്കത് ഇന്നും പോസിബിൾ ആയിട്ടില്ല. ബട്ട് ദാറ്റ് ശൈത്താൻ ട്രാപ്പ് ഗോട്ട് മീ. ലൈക്ക് നമ്മൾക്ക് എന്തെങ്കിലും നന്മ വിചാരിക്കും, നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു ഇബ്ലീസ് പിടികൂടുക എന്നൊക്കെ പറയുന്നില്ലേ, അത് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ബട്ട് അതിനെ ഒക്കെ മറികടന്ന് ഇവിടെ വരെ എത്തിയ, ഇന്നിവിടെ ഗ്രാജുവേറ്റ് ആവുന്ന, ഇന്നിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും അവരുടെ പേരൻസ് ആയാലും, വിച്ച് ഇസ് വൈ ഐ എം സെയിങ് ദിസ് ഇസ് എ ഗിഫ്റ്റ്. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല. ഹിദായത്ത് പോലെ തന്നെ നമ്മളൊക്കെ നമ്മുടെ ഈ ദീനിലോട്ട് ജനിച്ചു വീണത് കൊണ്ട് നമുക്കൊന്നും അതിന്റെ ഒരു ഒരു പ്രാധാന്യം ചിലപ്പോൾ മനസ്സിലായിക്കോളാം. അത് അറിയണമെങ്കിൽ ഒരു റിവേർട്ട് സിസ്റ്റേഴ്സിനോട് സംസാരിക്കണം. And I have one of my friends here, I'm not sure she's still here. അവരോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് അറിയാം ആ ഒരു ദീനിന്റെ ഒരു പ്രത്യേകതയും അത് നമുക്ക് കിട്ടിയതിന്റെ ആ ഒരു ഗിഫ്റ്റ് എത്രമാത്രം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്നുള്ളത്. അതേ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഒരു ഗ്രാജുവേഷൻ ഇപ്പൊ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ എനിക്ക് തോന്നുന്നത്. So hats off to them for their dedication, for their unwavering commitment. Because ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും അവർക്ക് ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റില്ല. എത്രയോ 1-2 വർഷം കൊണ്ടൊക്കെ തന്നെ, ഏത് മാസങ്ങൾ കൊണ്ട് തന്നെ ഗ്രാജുവേറ്റ് ആയ കുട്ടികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ? മാഷാഅല്ലാഹ്, ദാറ്റ്സ് വെരി കമൻഡബിൾ. അത് ശരിക്കും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡ്യൂട്ടിയാണ്, ഒരു ടാസ്ക് ആണ്. ബട്ട് അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് അതിനേക്കാളും വലിയൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ? ഹസനുൽ ബസ്രി അലൈഹിസ്സലാത്തു വസ്സലാം അവര് പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് എല്ലാവരും ഖുർആൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, എങ്ങനെ അത് ഓതണം, അതിന്റെ റെസിറ്റേഷൻ എങ്ങനെ ആയിരിക്കണം, തജ്വീദ് എങ്ങനെ ആയിരിക്കണം, അത് തെറ്റാതെ ഭയങ്കര ഈണത്തിലും താളത്തിലൊക്കെ എങ്ങനെ ഓതണം എന്ന് ഭയങ്കരമായി വാശി പിടിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് നീഡഡ്, ദാറ്റ് ഈസ് റിക്വയർഡ്, അത് അത്യാവശ്യമാണ്. ബട്ട് അതിനേക്കാളും വേണ്ടത് ഖുർആൻ ജീവിതത്തിൽ പകർത്താനുള്ള, ഇവിടെ പറയുന്നത് പോലെ തന്നെ, ഇവരുടെ ടാഗ് ലൈൻ പോലെ തന്നെ വാക്കിംഗ് ഖുർആൻ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. റസൂലുള്ളാഹിയെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വാക്കിംഗ് ഖുർആൻ ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ശരിക്കും എനിക്ക് ആ കുട്ടികളോട് പറയാനുണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തോട്ട് റിഫ്ലക്ട് ചെയ്യുക അല്ലെ? നമ്മൾ പറയാറ്, നമ്മളൊരു കപ്പ് ഓഫ് കോഫി നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ, if someone comes and bumps into us, നമ്മൾ ആരെങ്കിലും വന്ന് നമ്മളെ കൈ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ what will happen? എന്ത് സംഭവിക്കും? നമ്മളൊരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും കൈ തട്ടിയാൽ എന്ത് സംഭവിക്കും? കോഫി മറിയും. എന്താണ് കോഫി മറിയുന്നത്? ബിക്കോസ് ആ കപ്പിനകത്ത് കോഫി ആയിരുന്നു. അതിനകത്ത് ചായ ആണെങ്കിൽ ചായ പറയും, വെള്ളമായിരുന്നെങ്കിൽ വെള്ളം പറയും, അതിനകത്ത് എന്താണോ ഉണ്ടായിരുന്നത് അത് പറയും, റൈറ്റ്? സോ ദാറ്റ്സ് എക്സാക്ട്ലി ഹൗ വി ആർ. നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് നമ്മുടെ പുറത്തോട്ടും റിഫ്ലക്ട് ചെയ്യുക. സോ ഉള്ളിൽ നമ്മൾ ഇംബൈബ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങള്, നമ്മുടെ ഖുർആനിക വചനങ്ങള്, ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതാണ് നമ്മുടെ ക്യാരക്ടറും നമ്മൾ റിഫ്ലക്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഇവർക്ക് നമ്മൾ അറിയാതെ പോലും നമ്മൾ റിഫ്ലക്ട് ചെയ്യുക. അതാണ് അത്. ഖുർആൻ ഇല്ലെങ്കിൽ അത് ആ തരത്തിൽ റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന ഓരോ വാചകവും എത്ര തന്നെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാവർക്കും ഹാപ്പിൾ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ഗിഫ്റ്റ്, അത് എല്ലാവർക്കും സാധ്യമാവണമെന്നില്ല. ബട്ട് വി നോ ദി എസൻസ് ഓഫ് ഖുർആൻ.
ഖുറാന്റെ എസെൻസ് എന്താണ്, എന്താണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, എന്താണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് പടച്ചോൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, അതാണ് ഖുറാനിലൂടെ നമുക്ക് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതം നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എവറി വാക്ക് ഓഫ് അവർ ലൈഫ് ഖുറാൻ ഹാസ് ടു ബി റിഫ്ലെക്റ്റഡ്. നമ്മുടെ ആക്ഷൻസിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇന്ററാക്ഷൻസിൽ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എസ്പെഷ്യലി ഇവിടെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. പറയാൻ എക്സ്ട്രീംലി സോറി, കുട്ടികൾ ഇനി എത്തിയിട്ടില്ല. സോ ദാറ്റ് ഇസ് എ ക്യാരക്ടർ വി നീഡ് ടു പോർട്രേ. ആൻഡ് ഇങ്ങനെ ഈ ഒരു ഖുറാൻ പഠിച്ചവരും തന്നെ എവറി മുസ്ലിം വി ആർ ദ ലീഡേഴ്സ് ഓഫ് ടുമോറോ വി ഷുഡ് സേ. എസ്പെഷ്യലി ഖുറാൻ പഠിച്ചവർ തന്നെ ഏത് മേഖലയിലാണെങ്കിലും, അവർ ഹയർ സ്റ്റഡീസിൽ പോകുന്നതാവട്ടെ, അവരുടെ ജോലി സ്ഥലത്താവട്ടെ, എവിടെ പോവാണെങ്കിലും ഈ ഖുറാൻ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു സംസാരം ഒക്കെ ആയിരിക്കണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് വെരി എന്താ പറയുക, ഏർജ് ടു ബി ഇൻക്ലൂസീവ്. മറ്റുള്ളവരെ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു ത്വര എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഫീലിംഗ്, ഒരു ഫോം ഓഫ് ഫീലിംഗ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോ അവരോട് ഇങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ വിചാരിക്കുക, നമ്മൾ ദീനിനെ കുറിച്ച് പറയുമ്പോൾ അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് മനുഷ്യന്മാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന മുസ്ലിംസിനാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്? അങ്ങനെയാണ് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. ഇത്രയും ഓണറബിൾ ആയിട്ടുള്ള ഒരു ദീൻ ഇല്ലാതാവുന്ന ഒരവസ്ഥ. നമുക്ക് നമ്മുടെ ദീൻ അതിന്റെ റൈറ്റ് വേയിൽ റെപ്രസെന്റ് അറിയാത്തത് കൊണ്ടാണ്. പറഞ്ഞതുപോലെ we were the most humiliated people on the face of earth, and Allah honored us to Islam. And if you seek honor through other than any other ways, അതായത് ഇസ്ലാം അല്ലാതെ വേറെ എന്ത് വഴിയിലൂടെ നിങ്ങൾ ഓണർ, നിങ്ങൾ ആദരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ he will bring upon humiliation upon you again. Right? അതല്ല നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇസ്ലാമിനെ മാറ്റി വെച്ച് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്ന ഒരു തിരക്കിനിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദീനിന് അക്സെപ്റ്റൻസ് കിട്ടാത്തതും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആരുടെ മുന്നിലും തുറന്നു പറയാൻ പറ്റുന്ന, പ്രൗഡ്ലി എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എസൻസ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത്, ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളുടെ ഉള്ളിൽ ഫസ്റ്റ് വേണം. വി ഷുഡ് പാസ് ഇറ്റ് ഓൺ ടു അവർ കിഡ്സ് ടു. അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, അവരുടെ കൊലീഗ്സിന്റെ ഇടയിൽ, അവർ എവിടെയാണോ ഇടപെടുന്നത് അവരുടെ എല്ലാവരുടെയും ഇടയിൽ അവർക്ക് തുറന്നു പറയാൻ പറ്റുന്ന അത്രയും ധൈര്യത്തോടെ ഞാനാണ് ശരി, ഞാൻ വിശ്വസിക്കുന്നതാണ് ശരി എന്നുള്ളത് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവലിലോട്ട് പറയാൻ പറ്റുന്ന ഒരു രീതിയിലൂടെ നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ പറ്റണം. അത് അവിടെയാണ് ഖുറാന്റെ ഒരു പ്രസക്തി വരുന്നത്, ഈ ഒരു ഇസ്ലാമിന്റെ ഒരു ദീനിന്റെ ഒരു പ്രസക്തി വരുന്നത്. ബട്ട് നേരെ പക്ഷെ നമുക്കൊക്കെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സൈഡായി പോവുമല്ലോ, നമ്മൾ മിസ് ഔട്ട് ആയി പോവുമല്ലോ, അങ്ങനെ വിചാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി Allah will bring humiliation upon us for sure. അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ തന്നെ നമ്മളെ കേട്ട് വരുന്നത് അല്ലെ. ആത്മഹത്യകൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളുടെ പലയിടത്തും കേൾക്കുകയാണെങ്കിലും നമ്മുടെ ഉമ്മത്തിന്റെ ഇടയിൽ വളരെ കുറവായിരുന്നു. റൈറ്റ്? പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് suicide, and that's even amongst kids. Just at the drop of a hat they are committing suicide. വെറുതെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി. Why is this happening? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിക്കേണ്ടതാണ്. Gen Z is over. Now it's Gen Alpha. Gen Alpha എന്ന് പറയുന്ന ഒരു ജനറേഷൻ ആണിത്. Which means from 2011 to around 2025 ജനിക്കുന്ന കുട്ടികളാണ് Gen Alpha എന്ന് പറയുന്നത്. അവരെ വളർത്തിക്കൊണ്ടുവരാ എന്ന് പറയുന്നത് it's really a task. നമ്മളൊന്നും വളർന്ന പോലെയല്ല. എന്താ ആ ഒരു ഏർലി 2011-12 ജനിച്ച കുട്ടികളൊക്കെ അവരൊക്കെ ടീനേജ് പ്രായത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇത്തരം വാർത്തകളൊക്കെ നമുക്ക് കൂടുതൽ കേൾക്കേണ്ടി വരുന്നത്. Why is it so? Instant gratification. അവർ ജനിച്ച് വീഴുന്ന എല്ലാ രീതിയിലുള്ള എൻടൈറ്റിൽമെന്റോട് കൂടിയാണ്. എന്താണ് അവർക്ക് വേണ്ടത്? ജസ്റ്റ് അത് ക്ലിക്ക് ഓഫ് ദ ഫിംഗർ അവരുടെ മുന്നിലുണ്ട്. അവർക്ക് എന്താണോ വേണ്ടത് അപ്പൊ തന്നെ അവർക്ക് കിട്ടും. അവർക്കൊന്നിനും വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നാൽ അവർക്ക് നോ കേൾക്കേണ്ടി വരുമ്പോഴാണ് അവർ ആകെ തകർന്നു പോകുന്നത്. അപ്പോഴാണ് ഇത്രയും എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് അവർ കടക്കുന്നത്. So that is what we need to teach our children too.
അവർ നോ കേട്ട് തന്നെ വളരണം. Which does not mean that എപ്പോഴും നോ പറയണമെന്നല്ല. Of course there are circumstances which we need to say yes to. ബട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യിക്കുക എന്നുള്ളത് നല്ലൊരു പ്രവണതയാണ്. അവർക്ക് വെയിറ്റ് ചെയ്ത് അവരുടെ ക്ഷമ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്തെടുത്ത് അവർക്ക് കാര്യങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് റിസാർട്ട് നമുക്ക് ഇനിയും കേൾക്കേണ്ടി വരും. ചെറിയൊരു റാഗിങ്ങിലൂടെ, ബുള്ളിങ്ങിലൂടെ. ഇപ്പൊ നമ്മൾ അടുത്ത് കേട്ട ന്യൂസ് ഒക്കെ അതുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ നമ്മൾ അറിഞ്ഞു. വൈ ഇസ് ദിസ് ഹാപ്പനിങ്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് റെസിലിയൻസ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു പവർ ഇല്ലാത്തത്? എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയാനുള്ള സ്ട്രീറ്റ് സ്മാർട്ട്നെസ്, അതാണ് നമ്മൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. വെറും നമ്മൾ ഓഫ്കോഴ്സ് നമുക്ക് ഖുറാനും പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിലുള്ളതൊക്കെ പഠിക്കണം. ബട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ളവരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ദീനിലൂടെ തന്നെ, ദീനിയായ വഴിയിലൂടെ, ആ ഒരു ഫൗണ്ടേഷനിൽ തന്നെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എങ്കിലേ കുട്ടികൾക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. Because there is a lot of harassment, especially being a Muslim. അവർക്ക് എന്ത് തന്നെയായാലും അവർക്ക് ഹറാസ്മെന്റ് ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് ഇൻസൾട്ട്, ഒരുപാട് എംബാരസ്മെന്റ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിലൊക്കെ അവർ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ they have to be proud of their identity. ഞാൻ എന്റെ മക്കളോട് പറയാറുണ്ട്, don't just be a Muslim, be a proud Muslim. Exhibit your identity with pride. അത്രയും നല്ല പ്രൈഡോട് കൂടി വേണം നിങ്ങൾ ഒരു മുസ്ലിം ആണെന്ന് മറ്റുള്ളവരോട് പറയാനും. നിങ്ങളുടെ ക്യാരക്ടറിലൂടെയും നിങ്ങളുടെ സംസാരത്തിലൂടെയും ഇന്ററാക്ഷൻസിലൂടെയും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനും. എസ്പെഷ്യലി എന്റെ മോളോട് ഞാൻ പറയുന്നത്, wearing a hijab, you're wearing an identity. അതിനനുസരിച്ച് വേണം നിന്റെ സംസാരം, നിന്റെ സ്വഭാവം ഒക്കെ ഈ കൊണ്ട് നടക്കാൻ എന്നുള്ളത്. മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ 2 സ്റ്റെപ്പ്, എസ്പെഷ്യലി ആണുങ്ങള് പുരുഷന്മാരോട് നമ്മൾ ഇടപെടുമ്പോ അവർ 2 സ്റ്റെപ്പ് പിറകോട്ട് നിന്നിട്ട് അവര് നമുക്ക് തരുന്ന റെസ്പെക്ട് നമ്മൾ വാങ്ങിച്ചെടുക്കാൻ പറ്റണം. അത് ചോദിച്ചു വാങ്ങിക്കുകയല്ല, നമ്മുടെ ക്യാരക്ടറിലൂടെ തന്നെ അവർ നമുക്ക് തരും. അത് എനിക്ക് എന്റെ ലൈഫില് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്താണ്. ഹി ടോൾഡ് മീ, നിന്നെ ആരെങ്കിലും ഫസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും യു ആർ നോട്ട് എ ഗേൾ ടു പ്ലേ വിത്ത്. നിന്നെ ഇങ്ങനെ എന്താ പറയാ, nobody can take you for a ride. ഇങ്ങനെ കളിക്കാൻ കിട്ടുന്ന ഒരു കുട്ടിയല്ല നീ എന്നുള്ളത്, അല്ലെങ്കിൽ പെണ്ണല്ല നീ എന്നുള്ളത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. That's the greatest compliment I have received in my life, because that is how I would like to portray myself too. ഞാൻ എന്നെ തന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എക്സാക്ട്ലി വാട്ട് ഹി സെഡ്. സോ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ആസ് ഗേൾസ്, ആസ് ലേഡീസ്, മറ്റുള്ളവർക്കും ഈ ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെയും ലിബറൽ ഐഡിയോളജിയുടെയും ഒക്കെ ഒരു കാലത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഇടപഴകി മറ്റുള്ളവർക്ക് ഇന്ററാക്ട് ചെയ്തൊക്കെ ജീവിക്കാനും, എന്താ പറയാ, ആണും പെണ്ണും തോളിൽ കൈയിട്ട് നടക്കാനും ഒക്കെ വെമ്പിൽ കൊള്ളുന്ന ഈ ഒരു ക്യാമ്പസ് കാലത്ത് മാറി നിൽക്കുക എന്നുള്ളത്, ഒരു ഡിസ്റ്റൻസ് വെച്ച് ഇടപഴകുക എന്നുള്ളത്, ആ ഒരു ഇസ്ലാമികമായ രീതിയിൽ ഞാനൊരു മുസ്ലിമാണ്, ദിസ് ഇസ് മൈ ബോർഡർ ലൈൻ, യു ഷുഡ് ബി ക്രോസിംഗ് ദിസ് എന്ന് മറ്റുള്ളവർ പറയാനുള്ള ഒരു ധൈര്യം, ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഒരുപാട് ഹിജാബീസ് ഉണ്ട്, ഹിജാബ് ഇടാത്തവർ വളരെ കുറവാണ്. ബട്ട് ഹൗ മെനി ഓഫ് ദം ആർ ലിവിംഗ് അപ് ടു ദി എക്സ്പെക്ടേഷൻസ് ഓഫ് എ ഹിജാബ്? ഒരു തട്ടമിട്ട പെൺകുട്ടി എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് കറക്റ്റ് ആയിട്ട് എത്ര പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട്? ഭയങ്കര സങ്കടം തോന്നും. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാറില്ലേ? തട്ടിട്ട് ഒരുപാട് പെൺകുട്ടികളെ കാണാറുണ്ട്. പക്ഷെ അവരുടെ കളികൾ കാണുമ്പോൾ, അവർ പബ്ലിക് സ്പേസിൽ പെരുമാറുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. ഞാൻ വിചാരിക്കാറുണ്ട്, അവർ കളിക്കുന്നേ കളിച്ചോട്ടെ, അറ്റ്ലീസ്റ്റ് ആ തട്ടമിട്ട് കളിക്കുകയാണെങ്കിൽ അത്രയും സമാധാനം ഉണ്ടായിരുന്നേ. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് എൻ ഐഡിയോളജി വാട്ട് വി ആർ വെയറിംഗ്. അതിന് അതിൻ്റെതായ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിന്റെ ലെസൺ ഉണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ പറയാതെ പറഞ്ഞു കൊടുക്കുന്ന ലെസൺസ് ഉണ്ട്. അതാണ് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ആൻഡ് എസ്പെഷ്യലി വിത്ത് ദീസ് സ്റ്റുഡൻസ് വിത്ത് ഖുറാൻ ഇൻ ദിയർ ഹാർട്ട്സ്, really that is to the next level. They are the walking Quran, they are carrying Allah's words in their hearts. So definitely that is what they need to portray to the society. And of course avarku mathralla namakkum okke thanne ulloru responsibility thanneyaanu adu. And ee oru prashangalum idathe parayumbol thanne social media oru huge distraction thanneyaanu. It's a deep world full of fitna, right? അതിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. ബിക്കോസ് മെയിൻ ആയിട്ട് സമൂഹം നമ്മുടെ ലൈഫ് വി ലവ് ടു എക്സിബിറ്റ് ടു അതേഴ്സ്, റൈറ്റ്? നമ്മളുടെ പ്രൈവറ്റ് ലൈഫ് എന്താണോ അത് നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ നമുക്ക് ഭയങ്കര ഒരു എന്തെന്നില്ലാത്ത ഒരു ഭയങ്കരമായ ആഗ്രഹമാണ്. പണ്ടൊക്കെ നമ്മൾ ജേർണൽസ് ഒക്കെ എഴുതാറുണ്ടായിരുന്നില്ലേ? എന്റെ പ്രായത്തിലുള്ളവർക്ക് ഓർമ്മിച്ചത് ഡയറിയൊക്കെ എഴുതാറുണ്ടാവും. അതൊക്കെ നമ്മൾ ഭയങ്കരമായ രഹസ്യങ്ങളിൽ എഴുതിയിട്ട് ആരും കാണാത്തടത്ത് ഒളിപ്പിച്ച് വെക്കൊക്കെ ചെയ്യും. ആരും കണ്ടാൽ നമുക്ക് ഭയങ്കര ബേജാറായിരിക്കും അല്ലെ? പക്ഷെ ഇന്നങ്ങനെയല്ല. നമ്മൾ എഴുതുന്ന കാര്യങ്ങള്, നമ്മളുടെ പ്രൈവറ്റ് ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ബീൻ ഷെയർഡ് പബ്ലിക്ലി. എന്നിട്ട് അത് ആരെങ്കിലും കണ്ടില്ലെങ്കിൽ, ആരെങ്കിലും ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ഷെയർ ചെയ്തിട്ടില്ലെങ്കിലാണ് ഇപ്പൊ ഡിപ്രഷൻ.
ഭയങ്കര ബേജാറ്. എന്താണ് ആരും നോക്കാത്തത്, മിനിറ്റിന് അത് ഓപ്പൺ ചെയ്ത് നോക്കും, ആരെങ്കിലും ലൈക്ക് ഇട്ടിട്ടുണ്ടോ, ഷെയർ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കോമന്റ് ചെയ്തിട്ടുണ്ടോ, അതില്ലെങ്കിൽ ഇപ്പൊ ബേജാറ്. സോ അത്തരം ഒരു ലൈഫിലോട്ടാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ദിവസം എന്റെ ഒരു കസിന്റെ കൂടെ പുറത്തു പോയി. അപ്പൊ എന്റെ ഒരു കസിന്റെ കൂടെ അവരുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കുട്ടിയെ പരിചയപ്പെടുന്നത്. സോ ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു ഹർ. I was just talking to her. So ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോൾ she said like I'm very proud of myself. ഞാൻ 17 വയസ്സ് മുതൽ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയ ഒരു കുട്ടിയാണ്. So I asked her, so what do you do? So she said I'm an influencer. So I was like, ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഒരു ഇൻഫ്ലുവൻസറെ നേരിട്ട് കാണുന്നത്. സോ ഇതാണല്ലേ ഇൻഫ്ലുവൻസർ. ഞാനിങ്ങനെ എന്താ പറയാ അടിമുഖം മുടിയൊക്കെ നോക്കി. So, and I asked her, what you do? So basically, she's a hijabi, mashallah, നല്ല ഒരു മോള്, പട്ടപ്പെട്ട ഒരു മോള്. So what she does is ഈ modest products ഉണ്ടാവില്ല, like abaya, hijab, അത് കൂടാതെ തന്നെ മേക്കപ്പും ഒക്കെ തന്നെ she is a model for that. അവളത് മോഡൽ ചെയ്ത് അവളുടെ പ്ലാറ്റ്ഫോമിലും അതല്ലാത്ത സോഷ്യൽ മീഡിയ പേജസിലും ഒക്കെ just like ad പോലെ ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടിയാണത്. So she has her own income and she lives by that. She said, I'm very proud of myself, I'm earning my own income and all that. ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു. മോളെ ഇങ്ങനെ നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നമ്മളിങ്ങനെ അവളുടെ ആ ഒരു ലൈഫ് ഇൻ ദ സെൻസ് ആ പ്രൈവറ്റ് ലൈഫ് പോലും അവൾ ഷെയർ ചെയ്യാം. നമ്മൾ എവിടെ പോകുന്നു, അവിടെ എന്ത് കോഫി കുടിക്കുന്നു, കോഫിന് കൂടെ അവൾ എന്ത് കഴിക്കുന്നു, അതിന്റെ ഫോട്ടോ ഇടും, ഏതൊക്കെ ഫ്രണ്ട്സിനെ കാണുന്നു, അങ്ങനെ അതിന്റെ കോമന്റ്സ് അങ്ങനെ ഇങ്ങനെ. സോ ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ പബ്ലിക് ലൈഫിൽ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. യു റിയലി ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇങ്ങനെ മറ്റുള്ളവരുടെ ലൈഫും ഇതൊക്കെ കിട്ടുന്നുണ്ടാവും, ഒരുപാട് ഹാർട്ടും സംഭവം ഒക്കെ കിട്ടുമായിരിക്കും. But deep inside you tell me the truth. You really feel happy about your life? She said no. It is all mask. It's all എന്താ പറയാ ഒരു ഫേക്ക് അപ്പ് വേൾഡിലാണ് ജീവിക്കുന്നത്. അവൾ എന്നോട് തുറന്നു പറഞ്ഞു, ആന്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തഹജ്ജുദിനൊക്കെ എണീറ്റ് നിസ്കരിക്കാനും ഇതാക്കാനൊക്കെ. പക്ഷെ എനിക്കൊന്ന് ഭയങ്കര പേടിയാണ്. എന്റെ ലൈഫിൽ എന്തൊന്നുമില്ലാത്തൊരു പേടി എന്നെ എന്തോ പിടികൂടിയിട്ടുണ്ട്. Some kind of fear. She couldn't tell what it is. അവൾ ഒറ്റക്ക് ബാത്റൂമിൽ പോലും പോയില്ല. അതിൽ ബിലീവ് ആ കുട്ടി ബാത്റൂമിൽ പോകണമെങ്കിൽ ആ കുട്ടിക്ക് ഉമ്മ പുറത്ത് അവിടെ കാവൽ നിൽക്കണം, എങ്കിലും ആ കുട്ടി ബാത്റൂമിൽ പോകും. അത്രയ്ക്ക് പേടിയാണ് കുട്ടിക്ക്. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ അവർ എന്താ പറയുക കിഡ്സ് ജനറേഷൻ. കുട്ടികൾ പുറമെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പോപ്പുലർ ആണ്, ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ഉഷാറാണ്. ബട്ട് ദ തിങ് ഇസ് ഇതാണ് അവരുടെ ഉള്ളിൽ. എല്ലാവരും പബ്ലിക് ലൈഫ് ഭയങ്കരമായി സക്സസ്ഫുൾ ആൾക്കാരുടെ പ്രൈവറ്റ് ലൈഫും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So that is what we need to tell our kids too. അന്ന് അൽഹംദുലില്ലാഹ് എന്റെ കൂടെ തന്നെ മോളും ഉണ്ടായിരുന്നു. So I showed her Instagram page and I told her, see Zara, this is her real life. What you just heard was her real life. Now you compare both and decide which one should we go for. ഏതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാവും. അൽഹംദുലില്ലാഹ് my daughters were that in Instagram and all that. So നമ്മൾ മക്കൾക്ക് ഇങ്ങനെ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ it will strike them. അത് അവരുടെ തലയിലോട്ട് കയറും. So അത്തരം കാര്യങ്ങൾ മക്കളെ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇസ് എ ഹ്യൂജ് ഡിസ്ട്രാക്ഷൻ. ഇറ്റ്സ് എ കൺസ്ട്രക്റ്റീവ് വേൾഡ്. ഒരു വരാനായി ടൈം ഉണ്ടോ? ഇറ്റ്സ് എ കൺസ്ട്രക്റ്റീവ് വേൾഡ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി നീഡ് ടു ടെൽ അവർ കിഡ്സ്. സോ ദാറ്റ് ഇസ് എനിക്ക് മെയിനായിട്ട് അതാണ് കുട്ടികളോട് പറയാനുള്ളത്. ഈ ഒരു കൺഫ്യൂസിങ് വേൾഡില് ഖുർആൻ എന്ന് പറയുന്നത്, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ എത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ പ്ലീസ് ചെയ്യുന്നതിന് പകരം if you try to please just one creator who is high above us, the rest everyone will be pleased automatically. ബാക്കി എല്ലാവരും automatically pleased ആയിക്കോളും. How simple Islam is, right? ഇത്രയും സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ലൈഫാണ് ഇസ്ലാം എന്നുള്ളത്. നമ്മൾ എത്ര തന്നെ ആൾക്കാരെ നമ്മൾ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? Forget about that. എന്തിനാണ് നമ്മൾ ഇത്രയും മെനക്കെടുന്നത്? എന്തിനാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ഒരേ ഒരു പടച്ചോനെ മാത്രം പ്ലീസ് ചെയ്ത് ജീവിക്കാൻ കിട്ടുന്ന ഒരു ആശ്വാസം, ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം, ആ ഒരു സ്നേഹം. ശരിക്കും ആ പടച്ചോനെ തമ്മിലുള്ള സ്നേഹം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ മക്കളൊക്കെ പറഞ്ഞോട്ടെ, നമ്മളൊക്കെ വളർന്നപ്പോൾ നമ്മളൊക്കെ എന്താ പഠിച്ചത്? നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോനെ നേരത്തിലിടും. പടച്ചോനെ പേടിപ്പിച്ചിട്ട് നമ്മളെ വളർത്തിയത് അല്ലേ? അതുകൊണ്ട് നമ്മൾ വഴിതെറ്റിയിട്ടില്ല. ബിക്കോസ് നമ്മുടെ ജനറേഷനിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉമ്മമാരൊക്കെ പറഞ്ഞത് കേൾക്കാൻ റെഡി ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ദേ ക്വസ്റ്റ്യൻ us. പണ്ട് സൈക്കോളജി ആയിട്ടുള്ളത്, പണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങള് ഇപ്പോഴത്തെ കാലത്ത് സൈക്കോളജി. യു നോ ഹൗ പണ്ടൊക്കെ നമ്മുടെ പേരൻസ് നമ്മള് എന്തെങ്കിലും പറഞ്ഞ് അഡ്വൈസ് ചെയ്യുമ്പോൾ we take it as an advice for sure. അവർ നമ്മുടെ മെന്റേഴ്സ് ആണ്, നമ്മുടെ ഗൈഡ് ആണ്, നമ്മുടെ പേരൻസ് ആണ്. സോ നമ്മളെ സംബന്ധിച്ചു കൊടുക്കും. അവരെന്താണ് പറയാൻ നമ്മുടെ നന്മക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയാ ഭയങ്കരമായ ഫുള്ളി സാറ്റിസ്ഫാക്ടറി ലെവലിൽ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതനുസരിച്ച് പോകും. ബട്ട് ഇപ്പോഴത്തെ കുട്ടികളെ ടേക്കിംഗ് ഇൻ സൈക്കോളജി, സ്പിരിച്വാലിറ്റി ലെവൽസ്
turning into psychology and saying parents അവരുടെ ലൈഫിൽ എന്തെങ്കിലും ചോദിക്കാന്നല്ല, they're intruding our personal space. Parents അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല. How come they can intrude us? നമ്മുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെയാണ് ഇൻട്രൂഡ് ചെയ്യാൻ, അവർക്ക് എങ്ങനെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റാ? നമ്മുടെ പേഴ്സണൽ സ്പേസും അതിൽ നമുക്ക് പേരൻസിന് കൈയെടുക്കാൻ പാടില്ല എന്ന രീതിയിലാണ് കുട്ടികൾ സംസാരിച്ചത്. വിച്ച് ഇസ് വൈ ഐ ആം സെയിങ് അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തി നോക്കണം. അപ്പൊ തന്നെ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തും അവരുടെ പിയേഴ്സിന്റെ അടുത്തും അവരുടെ കൊളീഗ്സിന്റെ അടുത്തും ആരെടുത്തും തന്നെ അവർക്ക് ഹറാസ്മെന്റ് ഫേസ് ചെയ്യേണ്ടി വന്നാലും അവർക്ക് എത്ര തന്നെ മോശമായ രീതിയുടെ പെരുമാറ്റം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും they will know deep inside their hearts ആർക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്റെ പടച്ചോൻ എനിക്ക് ഇഷ്ടമാണ്, എന്റെ പടച്ചോൻ എന്നെ ഇഷ്ടമാണ്, എനിക്ക് അത് മതി. I'm happy with that. I'm totally contented with that. എന്നൊരു ജീവിതം ജീവിക്കാൻ നമുക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവർ എവിടെ പറക്കാൻ വിട്ടാലും നമുക്കൊന്നും ബേജാറാണ്ട ആവശ്യമില്ല. Because the base is solid. Once the base is solid, നമുക്ക് എവിടെ വരെ പോയാലും inshallah they will flourish. They will definitely hold on to the principles of Islam. So that is what we need to. ഞാൻ അധികം സമയമെടുക്കുന്നില്ല because ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. But I would really love to see them. അവരോടായിരുന്നു എനിക്ക് പറയാനുള്ളത്. Anyway, they coming. Inshallah, let's hope for the best. Once again, congratulations to the graduates. And ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന വാദിയുത വിമൻസ് അക്കാഡമിയുടെ എല്ലാ ഭാരവാഹികൾക്കും അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. Because we need more of such institutions here. And of course, for giving me an opportunity here, thank you so much. Jazakallah khairan. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh.